18-20 നിലയുള്ള ബിൽഡിംഗ് ആണ്. ഏകദേശം 140ഓളം പേര് താമസിക്കുന്ന ബിൽഡിംഗ് ആണ്. ഇത് നോക്കിയേ, ഇതുണ്ട കൈകൊണ്ട പോണേട്ടോ. ഇതുണ്ട റെറ അപ്പലറ്റ് അതോറിറ്റിയിൽ തെളിഞ്ഞു ഇവർ ഒക്യുപ്പൻസി കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് മേടിച്ചത് തട്ടിപ്പിലൂടെയാണെന്ന് ഇവർക്ക് മനസ്സിലായി. നമ്മുടെ സിനിമാ നടൻ ആസിഫ് അലിയാണ് ഈ ഗാലക്സി ഹോംസിന്റെ ബ്രാൻഡ് അംബാസഡർ. ചെറുപ്പക്കാരനാണ്. കാശ് കിട്ടിയാൽ ഇതുപോലെയുള്ള കള്ളന്മാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ബ്രാൻഡ് അംബാസഡർ ആവരുത്. ഇവർക്ക് എങ്ങനെ ഈ ലൈസൻസ് കിട്ടി? കൊച്ചിൻ കോർപ്പറേഷനിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ കോടിക്കണക്കിന് രൂപ കൈക്കൂലി കൊടുത്താൽ ഇതല്ല ഇതിന്റെ അപ്പുറത്തുള്ള ഫ്ലാറ്റും പണിയാൻ പറ്റും. ഈ ഫ്ലാറ്റ് മേടിച്ച് തട്ടിപ്പിൽപ്പെട്ടവർ അവർ കോടതി പോകുന്ന ഏതെങ്കിലും ചെറിയ വക്കീലും 50,000 1 ലക്ഷം ഒക്കെ കൊടുത്തിട്ടായിരിക്കും. പക്ഷേ ഈ ഫ്ലാറ്റ് മുതലാളിമാർ പോകുന്നത് എപ്പോഴും 10 ലക്ഷം 25 ലക്ഷം കൊടുക്കുന്ന വമ്പൻ വക്കീലുമാരായിട്ടായിരിക്കും. വമ്പൻ വക്കീലുമാരെയാണല്ലോ പല തെറ്റിനെയും ശരിയാക്കിക്കൊണ്ട് ജയിക്കുന്നത്. നമസ്കാരം. മറുനാടന് അഭിനന്ദനങ്ങൾ. മറ്റെല്ലാ മാധ്യമങ്ങളും വാർത്ത മുക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറുനാടനാണ് ആദ്യമായിട്ട് റെറയുടെ തന്നെ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി പല്ലും നഖവും ഇല്ലാത്ത ഒരു ഏജൻസിയാണെന്നാണ് പലരും പറയുന്നത്. ചില വക്കീലുമാരും പറയുന്നത് പല്ലും നഖവും ഇല്ല, റെറയിൽ നിന്ന് ഒരു ഉത്തരവ് കിട്ടിയാൽ അത് നടപ്പാക്കാൻ പറ്റില്ല എന്നായിരുന്നു ഒരു പഴമൊഴി. എന്നാൽ ഇന്നലെ റെറ പല്ലും നഖവുമുണ്ടെന്ന് മാത്രമല്ല ശൗര്യവുമുണ്ട്, അവർക്ക് ചിലത് ചെയ്യാമെന്നും കാണിച്ചു. അങ്ങനെയാണ് ലോക തട്ടിപ്പായ ഗാലക്സി ഹോംസ് ഗാലക്സി ബ്രിഡ്ജ്വുഡ് എന്നുള്ള ഫ്ലാറ്റ് പല കോടതി ഉത്തരവുകളുണ്ടായിട്ടും റെറയുടെ ആവട്ടെ, റെറ അപ്പലറ്റ് അതോറിറ്റിയുടെ ആവട്ടെ, കൺസ്യൂമർ കോടതിയുടെ ആവട്ടെ, ഹൈക്കോടതിയുടെ ഉത്തരവാവട്ടെ ആരും നടപ്പാക്കുന്നില്ല. അങ്ങനെയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിലെ പ്രസിമോനും ഏകദേശം 4-5 കൊല്ലമായി റെറയിലെല്ലാം കയറി നടക്കുന്നത്. ഇവരുടെ ബിൽഡിംഗ് ഇന്നലെ ചിറ്റികക്കടിച്ച് പൊളിച്ച് ആ ഉടമസ്ഥയെ, ആ സ്ത്രീക്ക് ആ വീടിൻ്റെ ചാവി കൊടുക്കണത് കണ്ടപ്പോൾ സത്യം പറയുകയാണ്, നീതിപീഠത്തിനോട് കുറച്ച് വിശ്വാസവും കുറച്ച് കടപ്പാടൊക്കെ വീണ്ടും തോന്നി തുടങ്ങി. പാവപ്പെട്ടവനെ ഇത്തരം ബിൽഡേഴ്സിന്, ബ്രിഡ്ജ്വുഡ് പോലത്തെയുള്ള ഇത്തരം വലിയ കള്ളന്മാർക്ക് ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ മുതലാളിമാരെന്ന് പറഞ്ഞാൽ കോടികളുടെ സ്വത്തുള്ളവരാണ്. അവർക്ക് വലിയ വലിയ വക്കീലുമാർ. ഒന്നാമത് ഈ ഫ്ലാറ്റ് ബുക്ക് ചെയ്തിട്ട് ഈ ഫ്ലാറ്റ് മേടിച്ച് തട്ടിപ്പിൽപ്പെട്ടവർ അവർ കോടതി പോകുന്ന ഏതെങ്കിലും ചെറിയ വക്കീലും 50,000 1 ലക്ഷം ഒക്കെ കൊടുത്തിട്ടായിരിക്കും. പക്ഷേ ഈ ഫ്ലാറ്റ് മുതലാളിമാർ പോകുന്നത് എപ്പോഴും 10 ലക്ഷം 25 ലക്ഷം കൊടുക്കുന്ന വമ്പൻ വക്കീലുമാരായിട്ടായിരിക്കും. വമ്പൻ വക്കീലുമാരെയാണല്ലോ പല തെറ്റിനെയും ശരിയാക്കിക്കൊണ്ട് ജയിക്കുന്നത്. ഈ ബ്രിഡ്ജ്വുഡിനെതിരെ ഞാൻ ഇതിനു മുമ്പൊരു വാർത്ത ചെയ്തിട്ട് ഡിഫർമേഷൻ കേസ്, അതായത് PA ജിനാസ് എന്ന ഈ തട്ടിപ്പ് വീരൻ എനിക്കെതിരെ ആസിഫ് അലിയാണ് ബ്രാൻഡ് അംബാസഡർ. നമ്മുടെ സിനിമാ നടൻ ആസിഫ് അലിയാണ് ഈ ഗാലക്സി ഹോംസിൻ്റെ ബ്രാൻഡ് അംബാസഡർ. ചെറുപ്പക്കാരനാണ്. കാശ് കിട്ടിയാൽ ഇതുപോലെയുള്ള കള്ളന്മാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ബ്രാൻഡ് അംബാസഡർ ആവരുത്. നിങ്ങളെയൊക്കെ ഞങ്ങൾ സിനിമയിലൂടെ കുറേ ബഹുമാനിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇതിയാതി കള്ളന്മാർക്കൊന്നും ബ്രാൻഡ് അംബാസഡറായിട്ട് നിൽക്കരുത്. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു ഫയർ എഞ്ചിൻ വന്നാൽ പോണ വഴിയാണ്, നിങ്ങൾ കണ്ടിരുന്ന. ഇവർക്ക് എങ്ങനെ ഈ ലൈസൻസ് കിട്ടി? കൊച്ചിൻ കോർപ്പറേഷനിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ കോടിക്കണക്കിന് രൂപ കൈക്കൂലി കൊടുത്താൽ ഇതല്ല ഇതിൻ്റെ അപ്പുറത്തുള്ള ഫ്ലാറ്റും പണിയാൻ പറ്റും. ഇപ്പോൾ ഈ ബിൽഡിങ് തീർന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അത് പൂർത്തീകരിച്ചിട്ടില്ല. ഇതിൻ്റെയാണ് ലൈസൻസ് ഞങ്ങൾ കൊടുത്തത്. ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് തട്ടിപ്പിലൂടെ സ്വീകരിച്ചത്. ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് മേടിച്ചത് തിരിച്ചു പിടിച്ചത് ബെന്നി ജോസഫാണ്. ഈ ബിൽഡിംഗ് പണി തീരുന്നതിന് മുമ്പ് കൊച്ചിൻ കോർപ്പറേഷനിൽ കോടികൾ കൈക്കൂലി കൊടുത്തുകൊണ്ട്, അത് ഉദ്യോഗസ്ഥനാണോ മേയർക്കാണോ ആർക്കാണെന്നറിയില്ല, റെറ അപ്പലറ്റ് അതോറിറ്റിയിൽ തെളിഞ്ഞു ഇവർ ഒക്യുപ്പൻസി കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് മേടിച്ചത് തട്ടിപ്പിലൂടെയാണെന്ന് ഇവർക്ക് മനസ്സിലായി. 18-20 നിലയുള്ള ബിൽഡിംഗ് ആണ്. ഏകദേശം 140ഓളം പേര് താമസിക്കുന്ന ബിൽഡിംഗ് ആണ്. ഇതെൻ്റെ വിരലാണെന്ന് നിങ്ങൾ സമ്മതിച്ചല്ല. ഇത് നോക്കിയേ, ഇതുണ്ട കൈകൊണ്ട പോണേട്ടോ. ഇവിടെ എത്രയോ കേസുണ്ടെന്നറിയോ? പാവങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല. എല്ലാവരും ഒരു ഫ്ലാറ്റ് മേടിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക. കൂടാതെ പല വക്കീലന്മാരും പറയും റെറക്ക് പല്ലും നഖമൊന്നുമില്ലെന്ന്. റെറക്ക് പവറുണ്ട്. ഇനി അത് വീണ്ടും മന്ത്രിമാർ എടുത്തു കളയുമെന്നറിയില്ല. നമ്മുടെ ഓംബുഡ്സ്മാൻ്റെ ലോകായുക്തിൻ്റെയൊക്കെ പല്ല് പറിച്ച് കളയുണ്ടല്ലോ, അതേപോലെ മന്ത്രിമാർ ഈ റെറയുടെയും പല്ല് മുറിച്ച് കളഞ്ഞ്, നഖം മുറിച്ച് കളഞ്ഞ്, വാലും മുറിച്ചിട്ട് വെക്കല്ലെന്ന് പച്ചക്ക് പറയുകയാണ്.